ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. സോ ISLലെ ഏറ്റവും ഇമോഷണൽ ഫിക്സ്ചർ ആണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുംബൈ സിറ്റി FC-യെ നേരിടുന്നു. നിലവിലുള്ള ലീഗ് ഷീൽഡ് വിന്നേഴ്സായ മുംബൈ സിറ്റി FC ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്താണ്. അവർ 9 മത്സരങ്ങളാണ് അവർ കളിച്ചത്. അവർ 19 പോയിന്റുമായി അവർ 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 10 മത്സരങ്ങളിൽ 20 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. പക്ഷെ പോയിന്റ് പട്ടികയിലെ ഈ 2ഉം 4ഉം സ്ഥാനങ്ങളെക്കാളൊക്കെ ഉപരി ഈ മത്സരം നമുക്ക് സമ്മാനിക്കുന്ന ഒരു ഇമോഷണൽ വാല്യൂ അത് തന്നെയാണ് ഈ മത്സരത്തെ ISLലെ ഏറ്റവും ആവേശകരമായ ഫിക്സ്ചറുകളിൽ ഒന്ന് ആക്കി മാറ്റുന്നത്. മുംബൈക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒക്ടോബറിൽ മുംബൈ ഫുട്ബോൾ അറീനയിൽ എവേ മാച്ച് കളിക്കാൻ പോയതും 1-നെതിരെ 2 ഗോളുകൾക്ക് തോൽവി വഴങ്ങിയതും ആ മത്സരത്തിൽ സംഭവിച്ച സംഭവബഹുലമായ എല്ലാ കാര്യങ്ങളും എല്ലാ ആരാധകരുടെയും മനസ്സുകളിൽ ഇപ്പോഴും നീറി നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ഡിസംബർ 24-ന് ക്രിസ്മസിന്റെ തലേന്ന് ഞായറാഴ്ച കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മുംബൈ കളിക്കാൻ ഇറങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ആരാധകരും ഒരേ സ്വരത്തിൽ എപ്പോഴും പറയുന്നത് പോലെ വെൽക്കം ടു ദ 90 മിനിറ്റ്സ് ഓഫ് ദ ഹെൽ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് മുംബൈ സിറ്റി FC മത്സരത്തിന്റെ പ്രീ മാച്ച് വീഡിയോയിലേക്ക് സ്വാഗതം. സോ തിരിച്ചടിക്കും കേരള ബ്ലാസ്റ്റേഴ്സ്. അത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമും മാനേജ്മെന്റും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും ഉറച്ചു പറയുന്നതും വിശ്വസിക്കുന്നതും. എവേ മാച്ചിൽ മുംബൈയിൽ നിന്ന് ഏറ്റ 1-നെതിരെ 2 ഗോളിന്റെ തോൽവിക്ക് അതേ നാണയത്തിൽ പ്രതികാരം വീട്ടാനുള്ള ഒരു അവസരമായി കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും ടീമും ആരാധകരും എല്ലാവരും ഒരേപോലെ ഈ മത്സരത്തെ കാണുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടത്. ബിക്കോസ് മുംബൈയിലെ തോൽവിക്ക് കൊച്ചിയിലെ തിരിച്ചടി, അടിക്ക് തിരിച്ചടി എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ പൂർത്തിയാകണമെങ്കിൽ ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം എന്തായാലും വേണം. എന്തായാലും ഒരു സംശയവുമില്ല, ഫുട്ബോളിന്റെ അടിയുടെ തിരിച്ചടിയുടെ വലിയ കൊച്ചിൻ കാർണിവൽ തന്നെയായി ഈ മത്സരം കൊച്ചിയിലെ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ മത്സരം മാറും എന്നതിൽ ഒരു തർക്കവുമില്ല. ഇനി നമുക്കൊന്ന് റീവൈൻഡ് ചെയ്യാം. കഴിഞ്ഞ ഒക്ടോബറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈയിൽ എവേ മാച്ച് കളിച്ച ആ മത്സരം ഒന്ന് നമുക്ക് റീവൈൻഡ് ചെയ്യാം. ആ മത്സരത്തിൽ സംഭവിച്ചത് 1-നെതിരെ 2 ഗോളിന്റെ തോൽവിയായിരുന്നു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയ 2 ഗോളുകൾ നമുക്ക് കാണാം. മിസ്റ്റേക്സ് കൊണ്ട് മാത്രം, ടീമിന്റെ മിസ്റ്റേക്സ് കൊണ്ട് മാത്രം വഴങ്ങിയ മുംബൈ നേടിയ 2 ഗോളുകളും ഒരർത്ഥത്തിൽ ഫ്ലൂക്ക് എന്ന് തന്നെ പറയാവുന്ന 2 ഗോളുകളാണ്. പെരേര ഡയസ് നേടിയ ആദ്യ ഗോളും പിന്നാലെ പെരേര ഡയസിന്റെ ഗോള് 45+4 ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിന്റെ ലാസ്റ്റ് മിനിറ്റിലാണ് പെരേര ഡയസിന്റെ ഗോളെങ്കിൽ 2ാം പകുതിയിൽ അപ്പുയ്യ നേടിയ ഗോളും 66-ാം മിനിറ്റിൽ അപ്പുയ്യ നേടിയ ഗോളും. ഈ 2 ഗോളുകൾക്കാണ് മുംബൈ മത്സരം സ്വന്തമാക്കിയത്. ഒരു ഗോളാണ് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടിച്ചത്. 57-ാം മിനിറ്റിൽ ഡാനിഷ് ഫാറൂഖ് നേടിയ ഹെഡർ ഗോൾ. സോ ഈ തോൽവി ഈ ഒരു മത്സരത്തിന്റെ റിസൾട്ടിനേക്കാൾ ഉപരി ആ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് സമ്മാനിക്കുന്ന ഓർമ്മകൾ എന്താണ് എന്ന് പറഞ്ഞാൽ നഷ്ടങ്ങളുടെ വലിയ ഓർമ്മകളാണ്. ആ കളിയുടെ അവസാന നിമിഷം കളിക്കളത്തിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾക്കൊടുവിൽ മിലോസ് ഡ്രിൻസിച്ച്, ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സെന്റർ ബാക്ക് മിലോസ് ഡ്രിൻസിച്ചിന് കാണേണ്ടി വന്ന റെഡ് കാർഡ്, അതിനുശേഷം അദ്ദേഹത്തിന് 3 മത്സര സസ്പെൻഷൻ. കളിക്കളത്തിന്റെ ഏറ്റവും ഒടുവിൽ നടന്ന ആ ഒരു ഇൻസിഡന്റ്, റോസ്റ്റിൻ ഗ്രിഫിത്തുമായി നടന്ന ഇൻസിഡന്റിനൊടുവിൽ പ്രബീർ ദാസിന്റെ ഇമോഷൻസ്, എക്സ്പ്രഷൻസ്, അതിനുശേഷം പ്രബീർ ദാസിന് മത്സരശേഷം കിട്ടിയ 3 മാച്ച് സസ്പെൻഷൻ എന്ന ഡിസിപ്ലിനറി അച്ചടക്ക നടപടി ആക്ഷൻ, ഇതെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങളാണ്. ഓർക്കുക, അന്ന് ആ ഇൻസിഡന്റിൽ റോസ്റ്റിൻ ഗ്രിഫിറ്റ്സും പ്രബീർ ദാസ് വേഴ്സസ് ഗ്രിഫിത്ത് ഇൻസിഡന്റിൽ പങ്കാളിയായിരുന്ന റോസ്റ്റിൻ ഗ്രിഫിത്തിന് 1 മാച്ചിന്റെ സസ്പെൻഷൻ മാത്രം കിട്ടിയപ്പോ പ്രബീർ ദാസിന് 3 മാച്ചാണ് അന്ന് പുറത്തിരിക്കേണ്ടി വന്നത്. സോ നഷ്ടങ്ങളുടെ ആകത്തുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുംബൈ ട്രിപ്പ്. അതിനൊരു തിരിച്ചടി, അതേ നാണയത്തിൽ മറുപടി, അതാണ് ആരാധകർ ഡിസംബർ 24-ന് കൊച്ചിയിൽ ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതും. ഏതായാലും മുംബൈക്കെതിരെ മുംബൈ ഫുട്ബോൾ അറീനയിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു റെസ്പോൺസും റിഫ്ലക്ഷനും, അതായത് പ്രതികരണവും പ്രതിഫലനവും, റെസ്പോൺസും റിഫ്ലക്ഷനുമെല്ലാം ഗാലറിയിൽ ഞായറാഴ്ച കൊച്ചിയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇൻട്രീഗിംഗ് മാച്ചായിട്ട് കളിക്കളത്തിനകത്തും പുറത്തും ഈ മത്സരം മാറിയാൽ അത്ഭുതപ്പെടാനില്ല. ഇനി മുംബൈ കൊച്ചിയിലേക്ക് വരുന്നത് ഒരു മികച്ച വിജയം നേടിക്കൊണ്ടാണ്. എങ്ങനെ? മോഹൻ ബഗാനെതിരെ ഏറ്റവും ഒടുവിൽ മുംബൈ ഫുട്ബോൾ അറീനയിൽ 1-നെതിരെ 2 ഗോളുകളുടെ വിജയം നേടിയെടുത്തുകൊണ്ടാണ് മുംബൈ വരുന്നത്.
പക്ഷെ ആ മത്സരത്തിൽ നമുക്കറിയാം ഒരു റെഡ് കാർഡ് ത്രില്ലർ മാച്ച് ആയിരുന്നു. 7 റെഡ് കാർഡുകൾ കണ്ട ഒരു മത്സരമാണ്. കളിക്കളത്തിനകത്തും പുറത്തു നടന്ന സംഭവങ്ങൾ. സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മുംബൈ സിറ്റി എഫ്സിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. കാരണം അവർ ഒരുപാട് റെഡ് കാർഡുകൾ കണ്ട് കുറെ മികച്ച കളിക്കാർ, അവരുടെ കളിക്കാർ പലരും കളിക്കളത്തിന് വെളിയിലാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും ഒടുവിൽ പഞ്ചാബ് എഫ്സിക്കെതിരെ എവേ മത്സരം 1-0 ജയിച്ചതിന്റെ ഒരു ആവേശത്തിലാണ് വീണ്ടും കൊച്ചിയിൽ ഹോം മാച്ച് കളിക്കാൻ എത്തുന്നത്. പഞ്ചാബുമായ അവസാന എവേ മത്സരത്തിൽ 51-ാം മിനിറ്റിൽ ദിമിത്രിയോസ് ഡയമന്തകോസിന്റെ പെനാൽറ്റിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും ഒടുവിലത്തെ മത്സരം ജയിച്ചത്. ഇനി ലുക്ക് അറ്റ് കൊച്ചി, അൺബീറ്റൺ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കൊച്ചിയിലെ ഈ വർഷത്തെ ഈ സീസണിലെ ഹോം മത്സരങ്ങളിൽ 6 ഹോം മത്സരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. 4 വിജയം, 2 സമനില. അൺബീറ്റൺ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ബംഗളൂരുവിനെതിരെ വിജയം, ജംഷഡ്പൂരിനെതിരെ വിജയം, നോർത്ത് ഈസ്റ്റിനെതിരെ സമനില, ഒഡീഷയ്ക്കെതിരെ വിജയം, ഹൈദരാബാദിനെതിരെ വിജയം, ചെന്നൈക്കെതിരെ സമനില. ഇതാണ് കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയുള്ള ഹോം പ്രകടനം. 4 വിജയങ്ങൾ, 2 സമനില. അൺബീറ്റൺ, ഹോം ഗ്രൗണ്ടിൽ അൺബീറ്റൺ ആയ കരുത്തരിൽ കരുത്തരായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വെല്ലുവിളി മറികടക്കുക എന്ന് പറയുന്നത് മുംബൈക്ക് അത്ര എളുപ്പമല്ല മക്കളെ. മോഹൻ ബഗാനെതിരായ മത്സരത്തിൽ റെഡ് കാർഡുകൾ, കൂട്ടത്തോടെ റെഡ് കാർഡുകൾ വാങ്ങിയതിനാൽ മുംബൈക്ക് കളിക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവും വലിയ നഷ്ടങ്ങളും നേരിടുന്ന ഒരു മത്സരമാണ് കൊച്ചിയിലെ ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ പ്രധാന താരങ്ങളായ ഗ്രെഗ് സ്റ്റുവർട്ട്, ആകാശ് മിശ്ര ആ മാച്ചിൽ കളിക്കളത്തിൽ വെച്ച് റെഡ് കാർഡ് കണ്ട് ആകാശ് മിശ്ര ഡയറക്ട് റെഡ്, ഗ്രെഗ് സ്റ്റുവർട്ട് ഡബിൾ യെല്ലോ റെഡ് കണ്ട് പുറത്തായി. സസ്പെൻഷനിലാണ്, കൊച്ചിയിൽ കളിക്കാൻ കഴിയില്ല. ഒപ്പം അന്നത്തെ മാച്ചിന് ശേഷം നടന്ന അനിഷ്ട സംഭവങ്ങൾക്കൊടുവിൽ റെഡ് കാർഡ് കണ്ട ക്യാപ്റ്റൻ രാഹുൽ ഭേക്കെ, വിക്രം പ്രതാപ് സിംഗ് എന്നിവർക്കും കളിക്കാൻ കഴിയില്ല കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ. പക്ഷേ ഇതൊന്നും മുംബൈയെ ദുർബലപ്പെടുത്തുന്നുണ്ടോ? ഇതൊക്കെ മുംബൈയെ ദുർബലപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ അങ്ങ് ഉത്തരം പറയാനും കഴിയില്ല. ദുർബലപ്പെടുത്തുന്നുണ്ട് എന്ന് പറയാൻ കഴിയില്ല. വൈ? ബിക്കോസ് നല്ല ബാക്കപ്പ് സ്ക്വാഡുള്ള, നല്ല ബെഞ്ച് സ്ട്രെങ്ത് ഉള്ള ഒരു ടീമാണ് മുംബൈ സിറ്റി എഫ്സി എന്ന് നമുക്കറിയാം. ഈവൻ ഈ 4 പേരും, സ്റ്റുവർട്ടും ആകാശ് മിശ്രയും വിക്രം പ്രതാപും രാഹുൽ ബെക്കയും ഒന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ ടീം നോക്കിയാൽ ഇപ്പോഴും ലീഗിലെ ടോപ്പ് സ്കോററായി നിൽക്കുന്ന ഹോർഹെ പെരേര ഡയസ്, മിഡ്ഫീൽഡിൽ വന്നീഫ്, അതേപോലെ നാസർ അൽ ഖയാത്തി വളരെ ഡേഞ്ചറസ് ആയ സ്ട്രൈക്കർ, ഡിഫൻസിൽ റോസ്റ്റിൻ ഗ്രിഫിത്സ്. ഈ 4 വിദേശ താരങ്ങളുടെ സേവനം അവർക്ക് കൊച്ചിയിൽ ലഭിക്കും. ഒപ്പം മികച്ച ഇന്ത്യൻ താരങ്ങളായ ബിപിൻ സിംഗ്, ചാങ്ടെ, അപ്പുയ്യ, മെഹ്താബ് സിംഗ് തുടങ്ങിയ മികച്ച ഇന്ത്യൻ താരങ്ങളും അവരുടെ നിരയിൽ ഉണ്ട് എന്നുള്ളത് മുംബൈയെ, ഈ 4 പേരുടെ റെഡ് കാർഡ് ഇപ്പോഴും ദുർബലപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഒരു സത്യമായിട്ട് കൂടി നമ്മൾ മനസ്സിലാക്കണം. 10 മത്സരങ്ങൾ 20 പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനം. ഹോം മത്സരങ്ങൾ ഇതേവരെ തോറ്റിട്ടില്ല. അൺബീറ്റൺ 6 ഹോം മത്സരങ്ങൾ. ഇത് സീസണിലെ 7ാമത്തെ ഹോം മത്സരം. കലണ്ടർ ഇയറിലെ കൊച്ചിയിൽ നടക്കുന്ന കലണ്ടർ ഇയറിൽ 2023 കൊച്ചിയിലെ അവസാന മത്സരം. സോ വിജയം നേടിക്കൊണ്ട് തന്നെ കലണ്ടർ ഇയറിൽ കൊച്ചിയിലെ മത്സരങ്ങൾ അവസാനിപ്പിക്കാൻ തീർച്ചയായും ഇവാൻ വുക്കമനോവിച്ചും സംഘവും ആഗ്രഹിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയിങ് 11-ൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല. പഞ്ചാബിനെതിരെ വിജയിച്ച അതേ ടീമിനെ നിലനിർത്താനാണ് മിക്കവാറും സാധ്യത. സച്ചിൻ ഗോൾ പോസ്റ്റിൽ, പ്രീതം, ലെസ്കോവിച്ച്, മിലോസ്, നവോച്ച ഡിഫൻസിൽ, വിപിൻ, അസർ, ഐമൻ, രാഹുൽ മിഡ്ഫീൽഡിൽ, പെപ്ര ആൻഡ് ദിമിത്രിയോസ് ഡയമന്തകോസ് അറ്റാക്കിംഗിൽ. ഇതാണ് 4-4-2 ഫോർമേഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനെതിരെ കളിക്കളത്തിൽ ഇറക്കിയ സ്റ്റാർട്ടിംഗ് 11. ഇതിലൊരു മാറ്റം വരാൻ സാധ്യത. ജാപ്പനീസ് മിഡ്ഫീൽഡർ ഡെയ്സുക്കെ സക്കായ് വിങ്ങറായി കളിക്കാൻ ഇറങ്ങിയേക്കാം. അങ്ങനെയെങ്കിൽ മുന്നേറ്റ നിരയിലെ ഒരു ഫോറിൻ താരത്തിന് 11-ൽ മുംബൈക്കെതിരെ 11-ൽ ഇടമുണ്ടാവില്ല. ഇതാണ് സംഭവിക്കാൻ സാധ്യതയുള്ള ഏക മാറ്റം. സക്കായി 11-ലേക്ക് വരാനുള്ള സാധ്യത. സോ ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം പ്ലേയിങ് ലൈനപ്പ് സാധ്യത. തീർച്ചയായും മുംബൈക്കെതിരെ കൊച്ചിയിൽ ഒരു മികച്ച വിജയം, തിരിച്ചടി, 3 പോയിന്റും നേടി കൊച്ചിയിലെ ക്രിസ്മസ് രാവ് ആഘോഷഭരിതമാക്കാൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് വരുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുംബൈക്കെതിരെ ഈ വളരെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്രൂഷ്യൽ ഹോം മാച്ച് കളിക്കുമ്പോൾ അവരുടെ നായകൻ എഡ്രിയൻ ലൂണ പരിക്ക് മൂലം ടീമിനൊപ്പമില്ല എന്നുള്ളത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ മിസ്സും ഏറ്റവും വലിയ സങ്കടവും. ലൂണയുടെ നഷ്ടം നികത്താൻ ആർക്കാണ് കഴിയുക, എങ്ങനെയാണ് കഴിയുക എന്ന ചോദ്യം ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് ബാക്കി നിൽക്കുകയാണ്. എങ്കിലും ഞായറാഴ്ച വൈകിട്ട് 7:45 മുതൽ ജിയോ സിനിമയിലും സൂര്യ മൂവീസിലും മലയാളം തത്സമയ വിവരണത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി മത്സരം ആസ്വദിക്കാം. കമന്ററി ബോക്സിൽ ഞാനും ഉണ്ടാകും. ക്രിസ്മസ് രാവാണ്, ഡിസംബർ 24 ക്രിസ്മസിന്റെ തലേ ദിവസമാണ്, ക്രിസ്മസ് ഈവ് ആണ്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് നമുക്കറിയാം ഒരു പുതിയ തുടക്കം, പുതിയ വരവ്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ്. തീർച്ചയായും
പോയിന്റ് പട്ടികയിലേക്ക് ഒരു പുതിയ തുടക്കം പോലെ മുംബൈക്കെതിരെ വലിയൊരു തിരിച്ചടി നൽകിക്കൊണ്ട് ആഘോഷപൂർവ്വം ക്രിസ്മസ് രാവ് കൊച്ചിയിലെ ക്രിസ്മസ് രാവിലെ കൊച്ചിൻ കാർണിവൽ ആഘോഷമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. മുംബൈയുടെ കാര്യം പറഞ്ഞതുപോലെ മുംബൈയെ അങ്ങനെ പെട്ടെന്ന് എഴുതിത്തള്ളാനും കഴിയില്ല. കാരണം അവര് ഏറ്റവും ഒടുവിലെ കളിയിൽ ഇത്രയും റെഡ് കാർഡുകൾ കണ്ട സംഭവബഹുലമായ മത്സരത്തിൽ മോഹൻ ബഗാനെ തോൽപ്പിച്ചിട്ടാണ് അവർ വരുന്നത്. സോ മുംബൈ ആണ് മുഷ്കിൽ ഹേ ലേക്കിൻ മസായേഗ.